So hi all, Nidu here and welcome to my channel. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പി സി ഒ ഡി ആണ് അല്ലെങ്കിൽ പി സി ഒ എസ്. അത് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഞാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്തത്, ഞാനത് സ്ട്രഗിൾ ചെയ്തത്, ഞാൻ അതിനെ ക്യൂർ ചെയ്തത്. ക്യൂർ ചെയ്യുന്ന പറഞ്ഞാൽ 100% ഒന്നും നമുക്ക് അതിൽ നിന്ന് ക്യൂറബിൾ അല്ല കേട്ടോ. പക്ഷേ നമുക്കൊരു 90% നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോയെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും ചെയ്തേക്കണേ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ, അതായത് സെൽഫ് കെയറിനെ പറ്റി ചെയ്ത വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി സി ഒ ഡി എന്ന് പറഞ്ഞ അസുഖം വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എനിക്കിത് ഫസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ഇതെനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ ഇതിനെ പറ്റിയൊന്നും അവെയർ അല്ലല്ലോ, ഞാനും ഒട്ടും അവെയർ അല്ലായിരുന്നു. എനിക്ക് ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് മിസ്സാവുകയാണ്. ഓക്കെ, പീരിയഡ്സ് മിസ്സാവുകയാണ്, അതുപോലെ ഞാൻ കുറച്ചുകൂടെ ഫാറ്റ് ആവും, കുറച്ചുകൂടെ തടിക്കാൻ തുടങ്ങും. ഇതാണ് എനിക്ക് വരുന്ന സിംറ്റം. വേറെ ഒരു സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ എനിക്ക് പീരിയഡ് മിസ്സായപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് അത് അത്ര കെയർ ചെയ്യുന്നില്ല. കാരണം 1 മാസം 2 മാസം ഓൾമോസ്റ്റ് എനിക്ക് മിസ്സായിരുന്നു. അപ്പോഴാണ് എന്താണ് പീരിയഡ്സ് വരാത്ത, അങ്ങനെ വീട്ടിൽ അമ്മയായിട്ട് ഷെയർ ചെയ്തപ്പോൾ അങ്ങനെയാണ് അമ്മ എന്നെ കൂട്ടിയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ പ്രായത്തിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ, കാരണം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നൊരു ഏജ് ആണല്ലോ. അപ്പം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനൊന്നും ഇല്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്ത് സ്കാൻ ചെയ്തിട്ട് ആദ്യം ഒരു 5 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് തന്നു, അതായത് പീരിയഡ്സ് വരാനായിട്ടുള്ള. അതിനുശേഷം എന്നോട് പറഞ്ഞു സ്കാനും കൂടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പിന്നെ ഞാൻ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം റിപ്പോർട്ടുമായിട്ട് ചെന്നപ്പം അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ ഓവറീസിൽ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ്, അത് ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ അതിന് ടാബ്ലറ്റ് തരാം, പിന്നെ ഫുഡിൽ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അതായത് ചോറ് കുറച്ചിട്ട് ചപ്പാത്തി കഴിക്കണം, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ എന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ ഓർത്ത് ഓക്കെ, നമ്മൾ സാധാരണ ഒരു അസുഖമായിട്ട് പോകുന്നു, മരുന്ന് തരുന്നു, കഴിക്കുന്നു. ഞാനും അത്ര അന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെ മരുന്ന് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഒരു 28 ദിവസം സൈക്കിളിലുള്ളൊരു മരുന്നാണ് നമുക്ക് അവർ തരുന്നത്. 28 ദിവസം ഈ ഒരു ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നു. അതിനുശേഷം നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു 7 ദിവസത്തിനകം പീരിയഡ്സ് വരുന്നു. അങ്ങനെ എനിക്ക് എന്തൊരു 3 മാസത്തേക്ക് എൻ്റെ ടാബ്ലറ്റ് തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഞാൻ ഓക്കെ ആയി, എനിക്ക് പീരിയഡ്സ് വരാനൊക്കെ തുടങ്ങി, റെഗുലറായി. ഓക്കെ, ഞാനും അപ്പം പിന്നെ അതിനെപ്പറ്റി വീണ്ടും കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എറണാകുളത്ത് പോയ സമയത്ത് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കൊന്നൊരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു വേറെ കമ്പനി, ഞാനൊരു ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയറാണ്. അപ്പം എനിക്ക് സൈറ്റിൽ പോകേണ്ട ആവശ്യങ്ങൾ വരും, അങ്ങനത്തെ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പുറത്തു നിന്നുള്ള ഫുഡ് കുറച്ചുകൂടെ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നു, കാരണം അതല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്നൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ വീണ്ടും എനിക്ക് ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ആയിട്ട് നല്ലപോലെ വന്നായിരുന്നു. കുറച്ച് ഒരു സൈഡിൽ മാത്രം നല്ലപോലെ. അപ്പം നമ്മൾ ഓർത്ത ആ ഒരു ഏജ് ആവുന്നതിൻ്റെ ആയിരിക്കും, ഹോർമോൺ ചേഞ്ചസിൻ്റെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും ഇടയ്ക്ക് പീരിയഡ്സ് ഒന്ന് മിസ്സാവാൻ തുടങ്ങി. പക്ഷെ 1 മാസം കഴിഞ്ഞ് പിറ്റേ മാസമൊക്കെ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കി. അതൊക്കെ കഴിഞ്ഞ് അത് 1 വർഷമൊക്കെ അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ പിന്നെ കൊല്ലത്ത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. അപ്പോൾ രാവിലെ പോയി വൈകിട്ട് വരുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും മാക്സിമം ഫുഡ് ഞാൻ വീട്ടിൽ നിന്നായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ട്രീറ്റ് ആയിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചേ പറ്റത്തുള്ളായിരുന്നു. അപ്പം മാക്സിമം ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് നമുക്ക് കൊറോണ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നത്, അതായത് 2020. ഓക്കെ, ആ ഒരു ടൈമിൽ പിന്നെ ലോക്ക്ഡൗൺ ആയി, നമുക്കറിയാം എങ്ങും പുറത്തെങ്ങും പോകാനൊന്നും പറ്റത്തില്ല, വീട്ടിൽ തന്നെ അടച്ചിരിപ്പായി നമ്മൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പുറത്തുനിന്ന് ഫുഡ് അധികം കഴിക്കത്തില്ലെങ്കിലും എനിക്ക് വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ബേസിക്കലി. അപ്പം പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ വീട്ടിൽ തന്നെ ഇരുന്ന ആ ഒരു ടൈം പാസിനും പിന്നെ
എന്താ പറയുന്ന ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കൂടുതലായിട്ട് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീട്ടിലെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി, ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ നടത്തി കേട്ടോ. കുറച്ച് ഷുഗറി ആയിട്ടും ഫ്രൈ ഐറ്റംസും ഒക്കെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടല്ലോ പിമ്പിൾസ്, മുഖത്തങ്ങ് പിമ്പിൾസ് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നല്ലപോലെ നേരത്തെ വന്ന പോലെയല്ല, അതിൽ നന്നായിട്ട് രണ്ട് സൈഡിലും ഈ ഒരു താഴ്വശത്തൊക്കെ നന്നായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം എന്നിട്ട് പിമ്പിൾസ് വരുന്ന മാത്രമല്ല, ഭയങ്കര ഇച്ചിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പം ലോക്ക്ഡൗൺ ആണ്, വീട്ടിലാണ്, എന്താ ചെയ്യേണ്ടത് അതില. അപ്പം അമ്മ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ പറഞ്ഞു തന്നു. ഇതുപോലെ വേപ്പും മഞ്ഞളൊക്കെ അരച്ചിട്, അങ്ങനെ കുറേ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തു. ചില ദിവസം രാത്രികളിലൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്. ഞാൻ എണീറ്റ് വിക്സ് ഒക്കെ വാരി തേച്ചിട്ടുണ്ട് ചൊറിച്ചിലൊന്ന് കുറയാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഹോസ്പിറ്റലൊന്നും പോകാനും പറ്റത്തില്ല, ഹോസ്പിറ്റലെല്ലാം അടവുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 2 മാസത്തോളം പീരിയഡ്സും മിസ്സാണ് ആ സമയത്ത്. അപ്പോൾ 2 മാസം അങ്ങനെ ഒരുവിധം തള്ളി നീക്കി. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി തുടങ്ങി. അപ്പോൾ ഓപ്പൺ ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡയറക്റ്റ് പോയൊരു ഡെർമറ്റോളജിസ്റ്റിനെ ആദ്യം കണ്ടു. അപ്പം ഞാൻ അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ, അന്നും അടുത്ത് നിന്നൊന്നും നോക്കത്തില്ലല്ലോ, ദൂരെ നിന്നിട്ടാണ് അവർ നമ്മളെ മൊത്തത്തിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നമുക്ക് മെഡിസിൻസ് റെഫർ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന പോലെ മുഖത്തൊക്കെ പിമ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞു. ഡാൻഡ്രഫ് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇത് ഷാമ്പുവും അതുപോലെ തന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സും ഒക്കെ തന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച ഇത് കഴിച്ചിട്ട് വാ, നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അത് ഓക്കെ, ചിലപ്പോൾ ശരിയായിരിക്കും, എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഒരാഴ്ച ഇതുപോലെ മരുന്നൊക്കെ കഴിച്ചു. ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല കേട്ടോ. ഫേസിൽ അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്നെ ഞാൻ വീണ്ടും അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വലിയ മാറ്റമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ചൊറിച്ചിലൊക്കെ അങ്ങ് മാറി എന്നേ ഉള്ളൂ, പക്ഷെ പിമ്പിൾസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പീരിയഡ്സ് ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് PCOD പ്രശ്നമുണ്ട്, ഇതുപോലെ പീരിയഡ്സ് മിസ്സായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഹോർമോണിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തന്നു, ഹോർമോൺസിൻ്റെ എന്തൊക്കെയോ കുറേ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അത് ഞാൻ ശരിക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു ഡയറക്റ്റ് ഇതിലും നല്ലത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഇതുപോലെ ഇവർ പറയുന്നു, പക്ഷെ എനിക്കത് തോന്നുന്നത് 100% ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കേട്ടോ. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു എനിക്ക് പീരിയഡ്സ് മിസ്സാണ്, ഇതുപോലാണ്, മുഖത്തൊക്കെ ഭയങ്കര കുരുവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുരു അതിൻ്റെ ആയിരിക്കത്തില്ല, പിമ്പിൾസ് അല്ലാതൊക്കെ ഡാൻഡ്രഫ് കൊണ്ടായിരിക്കും. എന്തായാലും സിറ്റുവേഷൻ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ടാബ്ലറ്റ് വീണ്ടും ആദ്യം തന്ന പോലെ തന്നെ ടാബ്ലറ്റ് വീണ്ടും തന്നു. ഒരു 2 മാസത്തേക്കാണ് എനിക്കന്ന് തന്നത്. അപ്പോൾ 2 മാസത്തേക്ക് തന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കും. അങ്ങനെ ഞാൻ 2 മാസം ടാബ്ലറ്റും വാങ്ങി വീട്ടിൽ വന്നു. 1 മാസം ഞാൻ ടാബ്ലറ്റ് കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഡിസൈഡ് ചെയ്താണ് ഞാൻ ഡയറ്റ് എന്ന് പറയുന്നൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അന്നാണ്, ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം ഞാൻ അന്ന് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും എല്ലാം കൂടെ നമ്മളങ്ങ് കൺട്രോൾ ചെയ്യുമെന്നല്ല, ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, അതായത് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അത് രണ്ടുമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. ഒരുപാട് വെള്ളം കുടിച്ചു. ഈ രണ്ട് കാര്യമാണ് ഞാൻ ഏറ്റവും ആദ്യം സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചോറിൻ്റെ അളവ് കുറച്ചു, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ കുറച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് സജസ്റ്റ് ഇതുവരെ ഞാൻ കാണിച്ച ഡോക്ടർമാർ എന്നോട് സജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, ഷുഗർ അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരൊന്നും ഒരു സീരിയസ്നെസ്സിൽ പറയാറില്ല. അപ്പം എനിക്ക് തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ് ഇങ്ങനെ ഫുഡിൽ ഇനിയും കൺട്രോൾ വരുത്താതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അതെനിക്ക് അന്നാണ് മനസ്സിലായത്. അതായത് 2 or 3 വട്ടം ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്.
അപ്പോൾ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ ഫുഡ് കൺട്രോൾഡ് ആയിരിക്കും, ഡയറ്റ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം, അതിന് എന്തൊക്കെ കാരണങ്ങൾ വന്നാലും ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷുഗറും ഓയിലും നല്ലപോലെ കൺട്രോൾ ചെയ്തു. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം തേങ്ങ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓയിലായാലും ഇപ്പോൾ സ്നാക്സ് ഐറ്റം എടുത്താലും അല്ലാതെ നമ്മൾ ഫുഡിൻ്റെ കൂടെയുള്ള കറികൾ, ചോറിൻ്റെ കൂടെയുള്ള കറികൾ എടുത്താലും എല്ലാത്തിലും തേങ്ങ, എണ്ണ ഇതൊക്കെ ഇല്ലാതെ നമുക്ക് ഒരു കറി ഇല്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അപ്പം ഈ ഓയിൽ യൂസ്, ഇതിൻ്റെയൊക്കെ യൂസ് ഞാൻ ലിമിറ്റ് ചെയ്തു. അതുപോലെ ഷുഗർ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ 100% ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം നമ്മുടെ ബോഡിയിൽ കുറച്ച് ഷുഗർ വേണം. അപ്പം നമുക്ക് 100% ആയിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ 1-2 വട്ടം ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പഞ്ചസാര അതെല്ലാം മാറ്റിയിട്ട് പകരം പനം കൽക്കണ്ടം ഇല്ലേ, പനം കൽക്കണ്ടം ഇതുപോലെ വാങ്ങിയിട്ട് അത് പൊടിച്ച് വെച്ചു. അത് പൊടിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ ഇപ്പം ചായ കുടിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല, പക്ഷെ ഇടയ്ക്ക് എപ്പോഴേലും ഇതുപോലെ, അല്ലെങ്കിൽ പാല് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഇത് കുറച്ചിട്ടിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബോഡിക്ക് ആവശ്യത്തിന് കുറച്ച് ഷുഗർ കണ്ടന്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ ഓവറായിട്ട് നമ്മൾ അല്ലാത്ത ഷുഗർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു എണ്ണയിൽ ഡീപ് ഫ്രൈ ഒന്നും ഞാൻ കഴിച്ചിരുന്നില്ല. ഇതുപോലെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. സ്പ്രെഡ് ചെയ്തിട്ട് മീനായാലും ചിക്കനായാലും അതിട്ടിട്ട് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റയടിക്ക് ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഏതൊരു ഹാബിറ്റ് ആയാലും നമുക്ക് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 പ്രോഡക്റ്റാണ് ഇത് രണ്ടും കേട്ടോ. ഈ 2 പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ചായ ഇട്ട് കുടിക്കുന്ന പോലെ നമുക്ക് സ്പിയർമിൻറ്റ് ടീ റെഡിയാക്കാം, പാലൊന്നും ചേർക്കാതെ. ഞാൻ പക്ഷേ കുറച്ച് മധുരം ചേർക്കുക, ഞാൻ പറഞ്ഞല്ലേ, പനങ്കൽക്കണ്ടം പൊടിച്ച് വെച്ചിട്ട് അത് കുറച്ച് ആഡ് ചെയ്യുമായിരുന്നു. ഇത് ശരിക്കും മിൻ്റ് ആട്ടോ, നമ്മുടെ നോർമൽ മിൻ്റ് അല്ല, സ്പിയർമിൻ്റ് ആണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത്, അനാവശ്യമായിട്ടുള്ള കുറേ ഹെയർ ഗ്രോത്ത് വരുമല്ലോ നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ, ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട്. അപ്പോൾ അതിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ സെക്കൻഡ് പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ച് കോലമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ശതാവരി പൗഡർ. ഇത് 2 ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കേട്ടോ. ഇത് നിയോ ഹെർബ്സിൻ്റെ ആണ്. ഇത് നേച്ചർ യാർഡ് എന്ന് പറയും. ഞാൻ വർഷങ്ങളായിട്ട് ഇത് കണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. നല്ല പ്രോഡക്റ്റ് ആട്ടോ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ശതാവരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പൊടിയല്ലാതെ നമുക്ക് ശതാവരി ആയിട്ട് നമ്മുടെ ഈ അങ്ങാടി കടകളിലൊക്കെ കിട്ടും. ഞാൻ ഒരു വട്ടം മേടിച്ചു, പക്ഷെ അത് പൊടിച്ചെടുക്കുന്ന പറയുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ. അപ്പം അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പൊടി തന്നെ വാങ്ങാൻ തുടങ്ങി. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഹോർമോണിനെ നല്ലപോലെ ബാലൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആക്കാനും, പിന്നെ പീരിയഡ്സ് മൂലം ചിലർക്കൊക്കെ പെയിനും കാര്യങ്ങളും ഒക്കെ വരില്ല, അതിനൊക്കെ നല്ല സൊല്യൂഷനാണ്. പിന്നെ ഈ ശതാവരി പൗഡർ നമുക്കറിയാം പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് ചിലർക്ക് പാല് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഇത് നല്ലതാട്ടോ. അപ്പം എല്ലാം കൊണ്ടും നല്ല 2 പ്രോഡക്റ്റാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാത്തൊരു മസ്റ്റായിട്ടൊന്ന് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അന്ന് ഞാൻ എൻ്റെ PCOD നല്ലപോലെ കൺട്രോൾ ചെയ്തു. പിന്നെ എനിക്ക് ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനൊക്കെ ശേഷം പിന്നെ എനിക്ക് PCOD കുറച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ശേഷം കേട്ടോ. അതായത് ആ ഒരു ടൈമിൽ നിങ്ങൾക്കും അറിയാം, നമുക്ക് ഡയറ്റ് ഒന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വിരുന്നും കാര്യമൊക്കെ പോകുമ്പോഴത്തേക്കും പലയിടത്തും പല പല ഫുഡുകളായിരിക്കും. അപ്പം നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറച്ചൊന്നുകൂടെ ഒന്ന് PCOD, എന്നാലും ഓവറൊന്നും അല്ലായിരുന്നു. ഞാൻ തന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് ഗൈനക്കോളജിനെ കണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ തന്നെ പിന്നെ വന്നിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതിലൂടെ വീണ്ടും
നോർമലായി. പിന്നെ എനിക്ക് ഒരു 2 വർഷം കഴിഞ്ഞു. കാരണം 2 വർഷം ഞാൻ പ്രഗ്നൻസി ഒന്നും നോക്കുന്നില്ല എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻസി നോക്കാം എന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ വർക്കിംഗ് കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് അവിടെയും കുറച്ച് പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് വീണ്ടും ഹോർമോൺസ് ഒരു ഇംബാലൻസ് വന്നു. അപ്പം പീരിയഡ്സ് ഇതുപോലെ മിസ്സായി. ഞാൻ ഗൈനക്കോളജിനെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പ്രഗ്നൻസി നോക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ 1-2 ടാബ്ലറ്റ്സ് തന്നായിരുന്നു. അത് ഈ ഓവുലേഷനും അതൊക്കെ ഒന്ന് കൺട്രോളിലും ലെവലും ആക്കാൻ വേണ്ടിയുള്ള അത് ജസ്റ്റ് എടുത്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫുഡിലാണ് കൺട്രോൾ ചെയ്തത്. എൻ്റെ ഡയറ്റ് പ്ലാനിലാണ് ഏറ്റവും കൂടുതൽ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് പറയട്ടെ, വിത്തിൻ 2 months ഞാൻ കൺസീവായി. അതെനിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. ഞാൻ പെട്ടെന്ന് പ്രതീക്ഷ പോലും ഇല്ല. പെട്ടെന്നുള്ളൊരു റിസൾട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്കാവുമെങ്കിൽ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോരുത്തർക്കും ആവും. കാരണം ആ ഒരു ടൈമിൽ ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്താണ് ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കുറച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഓവുലേഷൻ്റെ ഒക്കെ കറക്റ്റ് അറിയാൻ വേണ്ടി പല പല ടൈമിൽ സ്കാനിങ് പോയി ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ ഞാനും അനുഭവിച്ചതാണ്. ഒരുപാടില്ലെങ്കിലും ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്താണ്. ചിലർ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട്. അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്താണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അറിയാം. അവിടെ ഗൈനക്കോളജിനെ കാണാൻ വരുന്ന ഒരുപാട് പേര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പറയും വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്, പക്ഷേ ഇതുവരെ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ രീതി പറഞ്ഞ് അവർ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടും പിന്നെ ഞാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പം എൻ്റെ ആ ഒരു കറക്റ്റ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫുഡും ഒന്നും ഒഴിവാക്കുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കഴിക്കുന്നതായിരുന്നു. പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട്. നമ്മളൊന്ന് ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പ്ലാനായിട്ടും പിന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. കാരണം ആർക്കെങ്കിലും ഒക്കെ ഇതിൽ നിന്നൊരു യൂസ്ഫുൾ കിട്ടുവാണെങ്കിൽ അതെനിക്കും വളരെ സന്തോഷം. ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം മൺസ് ഞാനത് അനുഭവിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.